കോഴിക്കോട് സൗത്ത് ബീച്ച് ചാപ്പയിൽ 8 പേർക്ക് മിന്നലേറ്റു. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യം വാങ്ങാൻ എത്തിയവർക്കുമാണ് ഇടിമിന്നലേറ്റത്. ഇതിലൊരാളുടെ നില ഗുരുതരമായെങ്കിലും ഇയാൾ ആരോഗ്യം വീണ്ടെടുത്തതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഇടിമിന്നലേറ്റവർ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച 1 മണിയോടെ കോഴിക്കോട് നഗരത്തിലും മറ്റും വലിയ രീതിയിൽ ഇടിയും മിന്നലുമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് 8 പേർക്ക് ഇടിമിന്നലേറ്റത്. ഈ സമയം ഇവർ കടലിലായതിനാലും ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമായതിനാലുമാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. വള്ളം ലോറിയിലേക്ക് കയറ്റുകയായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കും കരയിൽ നിന്ന് കടുക്ക ശേഖരിക്കുകയായിരുന്ന 17-കാരനുമാണ് ഇടിമിന്നലേറ്റത്. അഷ്റഫ്, അനിൽ, ഷെരീഫ്, മനാഫ്, സുബൈർ, സലീം, അബ്ദുൾ ലത്തീഫ് എന്നിവർക്കാണ് ഇടിമിന്നലേറ്റത്. ഇതിൽ ഒരാളുടെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇയാൾ ആരോഗ്യം വീണ്ടെടുത്തതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. നമ്മൾ മത്സ്യത്തൊഴിലാളികളാണ്, കടലിൽ പോകുന്ന ആളാണ്. അപ്പോൾ കടലിൽ ഷോയനെ കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് വെള്ളം കയറ്റുന്ന പണിയെടുത്തതാണ്. അത് എടുത്തും കൊടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, ഇടിമിന്നൽ തട്ടുന്നത്. നമ്മൾ 6 വരെ 7 വരെ ഉണ്ട്. കേരളത്തിൽ കാലവർഷമെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് സംഭവം. ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകിയിരുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാനും മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന ബോട്ടുകൾ അടക്കമുള്ള ഉപകരണങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.